ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് നമ്മൾ രണ്ടാമത്തെ ഡേ ആണ്, ഡേ 2 ആണ്. നമ്മൾ ഓരോരോ പ്രോഗ്രാംസ് പഠിക്കുന്ന ഡേറ്റ്. ഓക്കെ, സോ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വീണ്ടും ഒരു സമ്മിൻ്റെ പ്രോഗ്രാമാണ്. പക്ഷേ പ്രോഗ്രാമിൻ്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നമ്മുടെ കോണ്ടെക്സ്റ്റ് മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാം നിങ്ങളൊന്ന് വായിച്ച് നോക്കിയേ. എങ്ങനെയാണ് ഈ പ്രോഗ്രാം, ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഫോർമുലേറ്റ് ചെയ്തേക്കുന്നത്? റൈറ്റ് എ പൈത്തൺ പ്രോഗ്രാം ടു പ്രിൻറ്റ് ദ സം ഓഫ് ഫസ്റ്റ് n നമ്പേഴ്സ്. ഓക്കെ, തൊട്ട് മുന്നത്തെ ക്ലാസ് നമ്മൾ പഠിച്ചത് എങ്ങനെയായിരുന്നു? റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദ സം ഓഫ് 1 to 5. 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ, പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആ ക്വസ്റ്റ്യനിൽ നിന്ന് ഈ പുതിയ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഡിഫർ ചെയ്തിരിക്കുന്നത്? ഇവിടെ നമുക്ക് സം തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഫസ്റ്റ് n നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ നമ്പേഴ്സിൻ്റെ റേഞ്ച് മാറിക്കൊണ്ടേയിരിക്കും. അതായത് n എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണോ? n എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വേരിയബിൾ ആണ്. നമ്മുടെ നോർമലി നമ്മുടെ ഒരു n നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മനസ്സിലെ ഏറ്റവും ആദ്യം വരുന്ന കാര്യം എന്തായിരിക്കും? എന്താണ് n എന്നായിരിക്കും നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ ഏറ്റവും ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? വാട്ട് ഇസ് n? ഓക്കെ, n എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ക്വസ്റ്റ്യനിലത് കണക്ട് ചെയ്തേക്കുന്ന വേർഡ് എന്താണ്? ഫസ്റ്റ് n നമ്പേഴ്സ് എന്നാണ്. ഓക്കെ, ഇപ്പോൾ n എന്ന് പറയുമ്പോഴേക്കും ഒരു റേഞ്ചിൻ്റെ അവസാനത്തെ വാല്യൂ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ നിന്ന്, അല്ലേ? അപ്പോൾ എന്നിൻ്റെ വാല്യൂ 10 ആണെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റിൻ്റെ സ്ട്രക്ചർ എങ്ങനെ മാറും? റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ഓർ പ്രിൻറ്റ് ദ സം ഓഫ് ഫസ്റ്റ് 10 നമ്പേഴ്സായി മാറും ഇഫ് n ഈസ് ഈക്വൽ ടു 10. ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ 20 ആണെങ്കിൽ ഇതെങ്ങനെ മാറും? 1 മുതൽ 20 വരെയുള്ള നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കുക. എന്നിൻ്റെ വാല്യൂ 30 ആണെങ്കിൽ ഇതെങ്ങനെയായി മാറും? 1 മുതൽ 30 വരെയുള്ള നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ദ ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് വി ഹാവ് ടു അനലൈസ് ദ പ്രോബ്ലം പ്രോപ്പർലി. ആ പ്രോബ്ലത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ട് അതിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ എന്താണെന്നുള്ളത് പിക്ക് ഔട്ട് ചെയ്യുക. ദാറ്റ് ഈസ് വി വോണ്ട് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ. എങ്ങനെ ആൻസർ ചെയ്യുന്നത്? നമ്മൾ ആ ക്വസ്റ്റിനോട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് ചോദിക്കണം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കേസിൽ നമുക്ക് അറിയാത്ത അൺനോൺ ആയിട്ടുള്ളൊരു പാരാമീറ്റർ ആണ്, അൺനോൺ ആയിട്ടുള്ളൊരു കാര്യമാണ് എന്തെന്ന് പറയുന്നത് n എന്താണെന്ന്, അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഈ n എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ ആസ് എ യൂസർ ഞാനാണ് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് എനിക്കിപ്പോൾ കൊടുക്കാൻ തോന്നുന്നത് ഒരു 10 ആയിരിക്കും. 10 ആണെങ്കിൽ 1 മുതൽ 10 വരെ എന്നുള്ളൊരു കോണ്ടെക്സ്റ്റിലേക്ക് ഈ പ്രോഗ്രാം മാറും. അതേപോലെ തന്നെ സപ്പോസ് ഇപ്പോൾ വേറൊരാൾ വന്നിട്ട് ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് കക്ഷിയുടെ മനസ്സിലിരിക്കുന്ന എന്നിൻ്റെ വാല്യൂ 100 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? 1 മുതൽ 100 വരെയുള്ള നമ്പേഴ്സിൻ്റെ സം ഈ പ്രോഗ്രാം കമ്പ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ ഈ റേഞ്ച് ഇറ്റ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ചോയ്സ് ഓഫ് ദ യൂസർ. നമ്മളുടെ യൂസറിൻ്റെ ചോയ്സിനനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ എന്നിൻ്റെ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, ചോയ്സ് ഓഫ് ദ യൂസറിൻ്റെ ചോയ്സിനനുസരിച്ചിട്ടാണ് n മാറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ പ്രോഗ്രാം സോൾവ് ചെയ്യണമെങ്കിൽ ദ ബേസിക് തിങ് ഓർ ദ ഫസ്റ്റ് തിങ് വി നീഡ് ഈസ് വാട്ട്? എന്താണ്? n എന്താണെന്ന് ആദ്യം അറിയണം. ഓക്കെ, സോ n ഈസ് ദ വാല്യൂ വിച്ച് ഈസ് പ്രൊവൈഡഡ് ബൈ ദ യൂസർ. ഇത് തരുന്നത് ആരാണ്? യൂസർ തരുന്ന വാല്യൂ ആണ്, വിച്ച് വിൽ ആക്ട് ആസ് ദ ഫൈനൽ ഓർ ദ ലിമിറ്റിംഗ് വാല്യൂ ഓഫ് ദിസ് പ്രോഗ്രാം, അല്ലേ? ഈ ഒരു പ്രോഗ്രാമിൻ്റെ അവസാനത്തെ റേഞ്ച്, അത് റേഞ്ച് എവിടെ എൻഡ് ചെയ്യണം എന്നുള്ള ഇൻഫർമേഷനാണ് n പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് n നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1 മുതൽ ഈ n വരെ. ഈ n എന്തൊക്കെയാകാം? 10 ആകാം, 20 ആകാം, 30 ആകാം, 5 ആകാം, 2 ആകാം, 6 ആകാം, വാട്ട് എവർ ഇറ്റ് ഈസ്, അല്ലേ? അപ്പോൾ ആ നമ്പർ ആയിരിക്കും നമ്മളുടെ ഈ ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിൻ്റെ അവസാനത്തെ വാല്യൂ. ഓക്കെ ആണോ? അപ്പോൾ ഈ ഒരു വാല്യൂ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? റിസീവ് ചെയ്ത് വെക്കണം. ആരുടെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്യണം? ഫ്രം ദ യൂസർ. ആരുടെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്യുന്നത്? ഫ്രം ദ യൂസർ. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ ഒരു വാല്യൂ യൂസറിൻ്റെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഏത് സ്ട്രക്ചർ വേണം? ഏത് സ്ട്രക്ചറാണ് വരേണ്ടത്? ഇൻപുട്ട് വേണം. ഏത് വേണം? ഇൻപുട്ട് സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ ഇൻപുട്ട് എഴുതുവാണ്. ഇവിടെ നമ്മൾ ഇൻപുട്ട് കൊടുക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണ്? വി വാണ്ട് ടു റിസീവ് എ വാല്യൂ ഫോർ ദിസ് n. ഓക്കെ, അപ്പോൾ നമ്മൾ കൊടുക്കാം ഇൻപുട്ടിൽ എൻ്റർ ദ വാല്യൂ ഫോർ n. അല്ലെങ്കിൽ നമുക്കിതിനെ എങ്ങനെ വിളിക്കാം? എൻ്റർ ദ ലിമിറ്റ്. അതായത് നമ്മൾ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലിമിറ്റ് എത്രയാണ്? 10 ആണ് ഇവിടുത്തെ ലിമിറ്റ്. ഇവിടുത്തെ ലിമിറ്റ് എത്രയാണ്? 20 ആണ് ഇവിടുത്തെ ലിമിറ്റ്. ഇവിടുത്തെ ലിമിറ്റ് 30 ആണ്. ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൾ നമ്മൾ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം എവിടം വരെ പോകണമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനെ വേണമെങ്കിൽ എൻ്റർ ദ വാല്യൂ ഫോർ n എന്ന് വിളിക്കാം. കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് എൻ്റർ ദ ലിമിറ്റ് അപ് ടു വിച്ച് ദ സമ്മേഷൻ പ്രോസസ് ഈസ് ടു ബി ക്യാരിഡ് ഔട്ട്, അല്ലെങ്കിൽ എൻ്റർ ദ ലിമിറ്റ് എന്ന് മാത്രമായിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഇൻപുട്ടിനകത്ത് എഴുതുന്ന
ടെക്സ്റ്റ് എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതാം. ഇവിടെ നമ്മൾ ചോദിക്കുന്ന യൂസറിൻ്റെ അടുത്ത് കൊടുക്കുന്ന ഇൻഫർമേഷൻ എന്താണ്? യു ഹാവ് ടു പ്രൊവൈഡ് ദ വാല്യൂ ഫോർ എൻ. എന്നിൻ്റെ വാല്യൂ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസറിൻ്റെ അടുത്ത് പറയും. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്യും? ഇത് കാണുന്ന ഉടനെ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ടെക്സ്റ്റ് കാണുന്ന ഉടനെ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താണ്? എന്നിനൊരു വാല്യൂ കൊടുക്കാൻ പറയും. എപ്പോഴും നമ്മൾ വാല്യൂ കൊടുക്കുന്നത് എവിടെ നിന്നാണ്? കീബോർഡിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കീബോർഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഒരു വാല്യൂ നമ്മൾ എന്ത് ചെയ്യും? ടൈപ്പ് ചെയ്യും. ആ ടൈപ്പ് ചെയ്യുന്ന വാല്യൂവിനെ ഈ ഇൻപുട്ട് മെത്തേഡ് എന്ത് ചെയ്യും? ഇതിൻ്റെ ഹെൽപ്പോട് കൂടി നമ്മൾ റിസീവ് ചെയ്ത് ഒരു വേരിയബിളിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോർ ചെയ്യണം. അതാണ് ഇൻപുട്ടിൻ്റെ ബേസിക് സ്ട്രക്ചർ അല്ലേ? അപ്പോൾ എന്ത് ചെയ്തു? ഞാനിപ്പോൾ ഇവിടെ നമ്മൾ എൻ എന്ന് യൂസ് ചെയ്തുകൊണ്ട് ഞാൻ ചുമ്മാ ഒരു വേരിയബിൾ കൊടുക്കുവാണ്, എൻ എന്ന് പറഞ്ഞു കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിൾ കൊടുക്കാൻ വേണമെങ്കിൽ ക്യാപിറ്റൽ കൊടുക്കാം, സ്മോൾ കൊടുക്കാം, ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രോഗ്രാമർ. ഓക്കെ, ഞാൻ ചുമ്മാ എൻ എന്ന് പറഞ്ഞു കൊടുത്തു, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി ഇൻപുട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യം എന്താണ്? ഇൻപുട്ട് ഓൾവേസ് അക്സെപ്റ്റ് ദ ഡേറ്റ ആസ് എ സ്ട്രിങ് അല്ലേ? ഇൻപുട്ട് എപ്പോഴും ഡേറ്റ റിസീവ് ചെയ്യുന്നത് ഏത് മോഡിലാണ്? സ്ട്രിങ് പാറ്റേൺ ആയിട്ടായിരിക്കും. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് ഒരു സ്ട്രിങ് ആണോ വേണ്ടത്? വി വോണ്ട് എ സ്പെസിഫിക് നമ്പർ. ആ നമ്പർ ആയിരിക്കും നമ്മുടെ ലിമിറ്റിനെ ഡിസൈഡ് ചെയ്യുന്നത്. ഏതുവരെ സം കണ്ടുപിടിക്കണം എന്നുള്ള ലിമിറ്റിനെ ഡിസൈഡ് ചെയ്യുന്ന വാല്യൂ ആണ് എന്നിലേക്ക് നമ്മൾ റിസീവ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. സോ ഇറ്റ്സ് പ്യുവർലി എ നമ്പർ. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്ട്രിങ്ങിനെ വി വാണ്ട് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു ആൻ ഇൻറ്റീജർ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റ് എന്നുള്ള ടൈപ്പ് കാസ്റ്റിംഗ് ചെയ്യണം. ഓക്കെ ആണോ? അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അൺനോൺ പാരാമീറ്റർ ആയിട്ടുള്ള എന്നിനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മുടെ കയ്യിൽ ലിമിറ്റ്, അതായത് നമുക്ക് എവിടം വരെയാണ് ഈ സമ്മേഷൻ പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു പ്രോപ്പർ ഐഡിയ ഇപ്പം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടോ? എല്ലാവരുടെയും മനസ്സിലേക്ക് വന്നിട്ടുണ്ടോ? എൻ്റർ വാല്യൂ ഫോർ എൻ അല്ലെങ്കിൽ എൻ്റർ ലിമിറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മുടെ ഇൻപുട്ട് അവിടെ വെച്ച് നമ്മൾ ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് എൻ്റെ വാല്യൂ കിട്ടി. ഇപ്പം എന്നിലിരിക്കുവാണ് എതുവരെ നമ്മൾ റേഞ്ച് ചെയ്യണം എന്നുള്ളത്. എൻ്റെ വാല്യൂ 10 ആണെങ്കിൽ 1 മുതൽ 10 വരെ പോവും. എന്നിൻ്റെ വാല്യൂ 20 ആണെങ്കിൽ നമ്മൾ 1 മുതൽ 20 വരെ പോവും. എന്നിൻ്റെ വാല്യൂ 30 ആണെങ്കിൽ നമ്മൾ 1 മുതൽ 30 വരെ പോവും. ഓക്കെ, ഇറ്റ്സ് പ്യുവർലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാല്യൂ വിച്ച് ഈസ് പ്രൊവൈഡഡ് ബൈ ദ യൂസർ. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ റേഞ്ച് ഉണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? വി വോണ്ട് ടു കമ്പ്യൂട്ട് ദ സം. ആ സം പ്രോസസ്സ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തത് എങ്ങനെയാണ്? ഒറ്റ തവണ ചെയ്താൽ മതിയോ? 2 തവണ ചെയ്താൽ മതിയോ? 3 തവണ ചെയ്താൽ മതിയോ? അല്ല. എപ്പോഴാണോ നമ്മൾ ആ ലിമിറ്റിൽ എത്തുന്നത് അതുവരെ നമ്മൾ എന്ത് ചെയ്യണം? ഈ സമ്മേഷൻ പ്രോസസ്സ് ഹാസ് ടു ബി ക്യാരിഡ് ഔട്ട് അല്ലേ? അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റ്സ് എ റിപ്പീറ്റഡ് പ്രോസസ്സ്. സം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിപ്പീറ്റഡ് പ്രോസസ്സാണ് ഇവിടെ. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ റിപ്പറ്റീഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആരെ കൊണ്ടുവരാം? ലൂപ്പിനെ കൊണ്ടുവരാം. ഹിയർ ഐ എം ഗോയിങ് ടു യൂസ്, നമുക്ക് 2 ലൂപ്പ് ഓപ്ഷൻസ് ഉണ്ട്. വി ക്യാൻ എയ്തർ യൂസ് ഫോർ ഓർ വി ക്യാൻ എയ്തർ യൂസ് വൈൽ അല്ലേ? അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ആദ്യം എഴുതുന്ന പ്രോഗ്രാം 4 വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ എന്തെഴുതി? 4 കൊടുത്തു. 4 കഴിഞ്ഞ് ഉറപ്പായിട്ട് നമ്മൾ ഒരാളെ പറഞ്ഞു കൊടുക്കണം. അതാരാണ്? ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. ഒരു ലൂപ്പ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ കെയർ ചെയ്യേണ്ടത് ആരെ പറ്റിയിട്ടാണ്? ലൂപ്പ് കൺട്രോൾ വേരിയബിളാണ്. സോ 4-നകത്ത് നമുക്ക് സേഫായിട്ട് നമുക്ക് ആരെ യൂസ് ചെയ്യാം? ലൂപ്പ് കൺട്രോൾ വേരിയബിളിനെ യൂസ് ചെയ്യാം. കാര്യം അവിടെ നമുക്ക് വാല്യൂസ്, നമ്മുടെ ലൂപ്പ് കൺട്രോൾ വേരിയബിളിൽ വരുന്ന അപ്ഡേഷൻസ് ഒക്കെ സെറ്റ് ചെയ്ത് തരുന്ന ആരാണ്? റേഞ്ചാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു 4-നെ നമുക്ക് ആരുമായിട്ട് കണക്ട് ചെയ്യാം? റേഞ്ചുമായിട്ട് കണക്ട് ചെയ്യാം. ഫോർ ഐ ഇൻ റേഞ്ച് നമുക്ക് എന്ത് കൊടുക്കാം? എവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? 1 എന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എവിടം വരെയാണ് പോകേണ്ടത്? n വരെ നമ്മൾ പോകണം. n ഷുഡ് ബി ദെയർ. ഓക്കെ, ഇപ്പോൾ എന്നിൻ്റെ വാല്യൂ 10 ആണെങ്കിൽ 10 മസ്റ്റ് ബി ദെയർ ഇൻ ദ സമ്മേഷൻ പ്രോസസ്സ്. ഓക്കെ, സോ 10-നെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം? സം ചെയ്യാനായിട്ട് എടുക്കണം, മസ്റ്റായിട്ടും എടുക്കണം. അപ്പോൾ നമ്മുടെ റേഞ്ചിൻ്റെ ലാസ്റ്റ് വാല്യൂ എന്തായിരിക്കണം? n ആയിരിക്കണോ? n+1 ആയിരിക്കണോ? ഡെഫിനറ്റ് ആയിട്ടും n+1 ആയിരിക്കണം. ബിക്കോസ് വി നീഡ് ദ വാല്യൂ ഓഫ് n അല്ലേ? നമ്മുടെ സമ്മേഷൻ പ്രോസസ്സിലേക്ക് ആര് വരണം? എന്നും വരണം. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ലിസ്റ്റ്, ആ റേഞ്ച് ഓഫ് വാല്യൂസിനെ നമുക്ക് ഈ ഒരു ഫോർ ലൂപ്പ് ജനറേറ്റ് ചെയ്ത് 1 by 1 ആയിട്ട് ആരുടെ കയ്യിലേക്ക് കൊടുക്കും? ഐയുടെ കയ്യിലേക്ക് കിട്ടും അല്ലേ? അപ്പം ഓരോ തവണയും നമുക്ക് സെറ്റ് ചെയ്യേണ്ട വാല്യൂസ്, ആ ലിസ്റ്റ് ഓഫ് വാല്യൂസ് ഓട്ടോമാറ്റിക്കലി എവിടേക്ക് വരും? ഐയിലേക്ക് വരും. അങ്ങനെയാണെങ്കിൽ നമുക്കിനി ഉറപ്പായിട്ടും ആ ഇക്വേഷൻ അങ്ങ് പ്രൊവൈഡ് ചെയ്താൽ പോരെ? അപ്പോൾ നമ്മൾ എന്താ കണ്ടുപിടിക്കാനുള്ള? സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ എങ്ങനെ യൂസ് ചെയ്തേക്കുന്നത്? സം ഇസ് ഇക്വൽ ടു, എങ്ങനെ പഠിച്ചേക്കുന്നത്? ഓൾറെഡി ഉള്ള സമ്മിൻ്റെ വാല്യൂവിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഓരോ തവണ ജനറേറ്റ് ചെയ്യുന്ന വാല്യൂസിനെയും എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് വി ആർ ആഡിങ് ഈച്ച് ആൻഡ് എവറി വാല്യൂ വിച്ച് ഇസ് ജനറേറ്റഡ് ബൈ ദിസ് റേഞ്ച് മെത്തേഡ് ആൻഡ് ദാറ്റ് വിൽ ബി അസൈൻ ടു ദിസ് ഐ വാല്യൂ ആൻഡ് ദാറ്റ് വാല്യൂ വിൽ ബി ആഡഡ് വിത്ത് ദ വാല്യൂ വിച്ച് ഇസ് കണ്ടെയ്ൻഡ് ഇൻ അവർ സം വേരിയബിൾ ആൻഡ് ദ ഫൈനൽ റിസൾട്ട് വിൽ ബി സ്റ്റോർഡ് ഇൻ ടു വെയർ? സമ്മിലേക്ക് തന്നെയായിരിക്കും സ്റ്റോർഡ് ആവുന്നത്. കുഴപ്പമില്ലല്ലോ? ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ് ഇൻ ദിസ് ഫോർ ലൂപ്പ്. ഓക്കെ, അപ്പോൾ ഓരോ തവണ സം കണ്ടുപിടിക്കുമ്പോഴേക്കും സമ്മിൻ്റെ വാല്യൂ എവിടെ ഇരിപ്പുണ്ട്? സമ്മിലുണ്ട്. സോ വാട്ട് ഈസ് ആക്ച്വലി വി നീഡഡ്? വി നീഡ് ദ ഫൈനൽ സം. നമുക്ക് വേണ്ട എന്താണ്? ഫൈനൽ സമ്മാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, ആ സമ്മിൻ്റെ വാല്യൂ ഈ എല്ലാം ലൂപ്പെല്ലാം വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോഴേക്കും ഫൈനൽ സം എവിടെ കാണും? സം എന്നുള്ള വേരിയബിളിൽ കാണും. വി ക്യാൻ സിംപ്ലി പ്രിൻറ്റ് ഇറ്റ് ഔട്ട് അല്ലേ?
അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി ലൂപ്പിന് പുറത്തിറങ്ങുന്ന സമയത്ത് സമ്മിലോട്ട് പോയി നോക്കുവാണെങ്കിൽ എല്ലാ സമ്മേഷൻ പ്രോസസ്സും കഴിഞ്ഞിട്ടുള്ള നെറ്റ് സം എവിടെ കാണും? സമ്മിൽ കാണും. വി ക്യാൻ ഡിസ്പ്ലേ ഇറ്റ് ഔട്ട്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു? സം വാല്യൂ നമ്മൾ പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇവിടെ സമ്മിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഓരോ വാല്യൂസ് ആഡ് ചെയ്യുന്ന സമയത്ത് സമ്മിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ആവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമ്മിന് നമുക്ക് ഇനിഷ്യലി വേണമെങ്കിൽ എന്താക്കി കൊടുക്കാം? 0 ആക്കി കൊടുക്കുകയാണെങ്കിൽ ആ സമ്മിനകത്ത് വേറെ നേരത്തെ ഉള്ള റെസിഡ്യൂസ് ഒന്നുമില്ല, നേരത്തെ ഉള്ള വാല്യൂസ് ഒന്നും സേവ് ചെയ്ത് കിടപ്പില്ല എന്നുള്ളൊരു ഇൻഫറൻസ് നമുക്ക് കിട്ടും. സപ്പോസ് നമ്മളിപ്പോൾ ഒരു ബോട്ടിൽ നമ്മൾ വാട്ടർ വെച്ച് ഫില്ല് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ആ ബോട്ടിൽ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ക്ലീൻ ചെയ്യും. അതിനകത്തുള്ള പ്രീവിയസ് ആയിട്ടുള്ള എന്തെങ്കിലും സെഡിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മളതിനെ എന്ത് ചെയ്യും? ഒന്ന് ജസ്റ്റ് അതെല്ലാം കളഞ്ഞ് പുതുതായിട്ട് ഒന്ന് ക്ലിയർ ചെയ്യും അതിനെ, അല്ലേ? ആ ഒരു പ്രോസസ്സാണ് ഇവിടെ നമ്മൾ സമ്മിലേക്ക് ചെയ്യുന്നത്. സോ സമ്മിന് ഇനിഷ്യൽ വാല്യൂ നമ്മൾ എന്താക്കി കൊടുത്തു? 0 ആക്കി കൊടുത്തു. സോ ഫസ്റ്റ് തിങ്, ആദ്യം ഐയിലേക്ക് 1 എന്നുള്ളൊരു വാല്യൂ റേഞ്ച് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യമേ ഉള്ള സമ്മിലുള്ള വാല്യൂ ആയിട്ടുള്ള 0യും ഫസ്റ്റ് ജനറേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ ആയിട്ടുള്ള 1ഉം കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എവിടേക്ക് സ്റ്റോർ ചെയ്യുന്നത്? സം എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് വാല്യൂ വിച്ച് ഇസ് സെറ്റ് ഇൻ ദിസ് വേരിയബിൾ സം ഈസ് വാട്ട്? ഇറ്റ് ഇസ് 1, അല്ലേ? സോ ഈ ഒരു പ്രോസസ് വിൽ ബി റിപ്പീറ്റഡ് ആൻഡ് ഫൈനലി വി വിൽ ബി ഗെറ്റിംഗ് എ സം ഓഫ് എ സെറ്റ് ഓഫ് n വാല്യൂസ്, അല്ലേ? സോ n വാല്യൂസിൻ്റെ റിസൾട്ട് നമുക്ക് എവിടെ നിന്ന് കിട്ടും? സം എന്ന് കിട്ടും. ഓക്കെ, ഇത്രയാണ് നമുക്ക് ബേസിക്കലി ഈ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ പഠിച്ച എന്താണ്? ഫസ്റ്റ് n നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കുന്ന പ്രോസസ്സാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ ചെയ്തത്. ഓക്കെ, ഇനി ഈ പ്രോഗ്രാമിൽ ഒരു മാറ്റം വരുത്താൻ പോവാണ്. റൈറ്റ് എ പ്രോഗ്രാം ടു പ്രിൻറ്റ് ദ സം. ഈ സമ്മും നമുക്ക് പ്രിൻറ്റ് ചെയ്യണം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആവറേജും കൂടെ പ്രിൻറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? സം ആൻഡ് ആവറേജ് ആക്കി മാറ്റാം. ഈ ഒരു ക്വസ്റ്റിനെ ഞാൻ മോഡിഫൈ ചെയ്യാൻ പോവാണ്. സം ആൻഡ് ആവറേജ്. ഓക്കെ, സം ആൻഡ് ആവറേജ് ഓഫ് ഫസ്റ്റ് n നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്. ഒരു 1 to 10 അല്ലെങ്കിൽ 1 to 40 അല്ലെങ്കിൽ 1 to 5 വരെയാണ്. ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ എടുത്ത് പറയാൻ പോവാണ്. സപ്പോസ് ഐ എം ഹാവിങ്, എൻ്റെ കയ്യിലുള്ള വാല്യൂ 1 to 5 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എന്നിൻ്റെ വാല്യൂ 5 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റേഞ്ച് എന്തായിരിക്കും? 1 to 5 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സമ്മം കണ്ടുപിടിക്കണം, അതിൻ്റെ ആവറേജ് കണ്ടുപിടിക്കണം, അല്ലേ? അപ്പോൾ സം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? 1 + 2 + 3 + 4 + 5. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 15 കിട്ടും. അതിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ സം, അതായത് നമ്മുടെ നെറ്റ് സം, ഫൈനൽ സം ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? ടോട്ടൽ നമ്പർ, അല്ലേ? ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ. അതൊക്കെ അറിയാമല്ലോ നിങ്ങൾക്ക്. ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്ന്. അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ നമ്പർ എത്രയാണ്? എത്ര നമ്പേഴ്സാണ് നമ്മുടെ കയ്യിലുള്ളത്? വി ആർ ഹാവിങ് 5 numbers in our hand, അല്ലേ? അപ്പോൾ നമ്മുടെ ആവറേജിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ സം ഡിവൈഡഡ് ബൈ 5. ഈ ഫൈനൽ സം ഏത് വേരിയബിളിനകത്താണ് ഇരിക്കുന്നത്? സം എന്നുള്ള വേരിയബിളിൽ. അതേ ഡിവൈഡഡ് ബൈ ഈ കൗണ്ട് അല്ലെങ്കിൽ ടോട്ടൽ എത്ര നമ്പേഴ്സ് എന്നുള്ള കൗണ്ട് ആരാ തന്നേക്കുന്നത്? യൂസർ തന്നേക്കുന്ന വാല്യൂ ആണ്. അതിനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏത് വേരിയബിളിനുള്ളിലാണ്? n എന്നുള്ള വേരിയബിളിലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സം ഡിവൈഡഡ് ബൈ n ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ദ ആവറേജ് വാല്യൂ. സോ ആവറേജിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഞാൻ ചുമ്മാ ഒരു വേരിയബിളിൻ്റെ പേര് AVG എന്ന് വിളിച്ചു. നിങ്ങൾക്ക് A എന്ന് വിളിക്കാം, ആവറേജ് എന്ന് നീട്ടിപ്പിടിച്ച് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ AV എന്ന് പറഞ്ഞ് വിളിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പേര് വേണമെങ്കിലും നമുക്ക് ആ വേരിയബിളിൽ യൂസ് ചെയ്യാം. ഓക്കെ, സോ ബൈ യൂസിങ് ദിസ് പ്രോസസ് വി വിൽ ഗെറ്റ് ദ ഫൈനൽ ആവറേജ് ഓർ ദ ഫൈനൽ സം ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ നമ്പർ. We will get the average of these first n numbers. ഓക്കെ ആണോ? അപ്പോൾ ഈ ഒരു സെയിം കോൺസെപ്റ്റ് നമുക്കിനി എവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം? നമ്മുടെ പ്രോഗ്രാമിലേക്കും ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്താണ്? പ്രിൻറ്റ് സം എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിന് മുന്നേ, ഇതിന് മുന്നേ ആയാലും ശേഷമായാലും ഒരു കുഴപ്പമില്ല. ഈ പ്രോഗ്രാമിൽ തന്നെ ഞാൻ എഡിറ്റ് ചെയ്യുവാണ്. ആദ്യം സം കണ്ടുപിടിച്ചു, അതിനുശേഷം ഈ രണ്ട് വാല്യൂസോടെ നമുക്ക് ഒരുമിച്ച് കൊടുത്താലോ? കുഴപ്പമില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്തു? ഈ സമ്മിൻ്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് സം മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, ആവറേജും കണ്ടുപിടിക്കണം. അപ്പോൾ ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഫൈനൽ സമ്മിനെയാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ ആവറേജ് എഴുതി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ നമ്മൾ ആവറേജ് ഈസ് ഈക്വൽ ടു സം ബൈ n എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ നേരത്തെ കണ്ട പ്രിൻറ്റിനകത്ത് വന്ന പ്രശ്നം, അതായത് ഇടയ്ക്ക് എന്ത് ചെയ്യും? ഈ ആവറേജിന് ഇങ്ങനെ കമ്പ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ എടുക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് വേണ്ട എന്താണ്? ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ സം ഡിവൈഡഡ് ബൈ എന്താണ്? ടോട്ടൽ കൗണ്ടാണ്, അല്ലേ? അപ്പോൾ ആവറേജ് റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമല്ല, ഒറ്റ തവണയാണ് നമ്മൾ ആവറേജ് ഓപ്പറേഷൻ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ കണ്ടല്ലേ, 15 ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നത് ഒരൊറ്റ തവണ നമ്മൾ ചെയ്യുന്നുള്ളൂ, അതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ലൂപ്പിനകത്ത് കിടക്കേണ്ട ഒരു കാര്യമല്ല. ആവറേജ് ഈസ് what actually we are computing is that n numbers in the final sum divided by total count. അതൊരൊറ്റ തവണ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് വാല്യൂ നമ്മുടെ കയ്യിലിരിക്കും, അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ലൂപ്പിന് പുറത്ത് നമുക്ക് എഴുതാം ആവറേജ് ഈസ് ഈക്വൽ ടു എന്ത് കൊടുക്കാം? സം ഡിവൈഡഡ് ബൈ n.
കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇവിടെ നമ്മുടെ കയ്യിൽ 2 റിസൾട്ട്സ് ഉണ്ട്. എന്തൊക്കെയുള്ളത്? സം കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? സമ്മിനെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പ്രിൻറ്റിൽ നമുക്ക് എന്ത് കൊടുക്കാം? സം എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ എന്ത് ചെയ്യും? സം പ്രിൻറ്റ് ചെയ്യും. ഇനി ആവറേജ് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പ്രിൻറ്റ് ആവറേജ് ഇപ്പോൾ എവിടെ ഇരിക്കുന്നത്? AVGയിലായിരിക്കുന്നത്, പ്രിൻറ്റ് ആവറേജ്. സോ ഇവരെല്ലാവരും എന്താണ്? ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സും എന്താണ്? ലൂപ്പിന് പുറത്ത് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരു തവണ നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഗ്രാം ടു പ്രിൻറ്റ് ദ സം ആൻഡ് ആവറേജ് ഓഫ് ഫസ്റ്റ് n നമ്പേഴ്സ് ബൈ യൂസിങ് വിച്ച് ലൂപ്പ് സ്ട്രക്ചർ? ഫോർ ലൂപ്പ്. ഏത് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തേക്കുന്നത്? ഫോർ ലൂപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ.